Hi students. Next നമുക്ക് പഠിക്കാനുള്ളത് സർക്കിൾ എങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാം ഇൻ ദ സ്ക്രീൻ. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ സർക്കിൾ എങ്ങനെ ഡ്രോ ചെയ്യാം എന്നുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. പ്രീവിയസ് സെക്ഷനിലൊക്കെ നമ്മൾ ഒരു ലൈൻ എങ്ങനെ ഡ്രോ ചെയ്യാമെന്ന് പഠിച്ചു. ലൈൻ ഡ്രോയിങ് അൽഗോരിതം ഉപയോഗിച്ചിട്ടുണ്ട്. ലൈൻ ഡ്രോയിങ് അൽഗോരിതം യൂസിങ് ഡയറക്റ്റ് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ ദാറ്റ് ഈസ് GDA അൽഗോരിതം ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ബ്രസൻ ഹാൻസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് സെക്ഷനിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സർക്കിൾ എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു സർക്കിൾ എന്താണ്, അല്ലെങ്കിൽ സർക്കിളിനെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ എങ്ങനെയാണ് വരയ്ക്കാന്നുള്ളതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് സർക്കിൾ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം. സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്റർ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓരോ ക്വാഡ്രന്റിലും ഓരോ ഭാഗങ്ങൾ വരും സർക്കിളിന്റെ, അല്ലെ? അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് 2 ഒക്ടൻസ് വരും ഒരു ക്വാഡ്രന്റില്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആയിരിക്കും അടുത്ത ഒക്ടനിൽ വരിക. അതിന് നമുക്ക് എല്ലാ പോയിന്റ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു സർക്കിളിന്റെ ഒരു ഡെഫിനേഷനും ബേസിക് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടത്. അതിനുശേഷമാണ് നമുക്ക് സർക്കിൾ ഡ്രോ ചെയ്യുന്ന അൽഗോരിതം ഉണ്ട്, ബ്രസൻ ഹാൻസ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം ഉണ്ട്, അതൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം defining a circle. Okay, circle is an 8-way symmetric figure. Circle is an 8-way symmetric figure. The shape of circle is the same in all quadrants. എല്ലാ ക്വാഡ്രൻസിലും നമ്മുടെ സർക്കിളിന്റെ ഷേപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. The shape of circle is the same in all quadrants. In each quadrant there are 2 octants. നമ്മുടെ ഓരോ ക്വാഡ്രന്റിലും 2 octants ആണ് ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ എന്താ പറയണ്ടേ, ഒരു കോർഡിനേറ്റ് സിസ്റ്റം, ഇതിപ്പോ ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഒറിജിൻ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താ വരിക, ഓരോ ക്വാഡ്രന്റിലും നമ്മുടെ സർക്കിളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിട്ടാണ് വരിക. പിന്നെ ഓരോ ക്വാഡ്രന്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ദിസ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് ക്വാഡ്രന്റ് ആൻഡ് ദിസ് ഈസ് തേർഡ് ക്വാഡ്രന്റ്, ദെൻ ദിസ് ഈസ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പോൾ ഓരോ ക്വാഡ്രന്റിലും നമുക്ക് 2 octants ആണ് ഉണ്ടാവും. ദർ ആർ 2 octants. octants എന്ന് പറയുന്നത് 45 ഡിഗ്രി. നമ്മൾ ഇതിപ്പോൾ കംപ്ലീറ്റ് എന്തായിരിക്കും? 90 ഡിഗ്രി ആണ് വരിക. ഒരു ക്വാഡ്രന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ഹിയർ എന്തായിരിക്കും? ഒക്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ ഡിഗ്രി എന്തായിരിക്കും വരിക? 45 ഡിഗ്രി ആണ് വരിക. പിന്നെ നെക്സ്റ്റ് ഒക്ടന്റിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 ഡിഗ്രി ആണ് വരിക. ഇഫ് ദ കാൽക്കുലേഷൻ ഓഫ് ദി പോയിന്റ് ഓഫ് 1 octant is done, അപ്പോൾ വെച്ചാൽ ഒരു ഒക്ടന്റിലുള്ള ഒരു പോയിന്റ് നമ്മൾ സപ്പോസ് ഈ ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 octant അല്ലേ? 1 2 3. അപ്പോൾ ഇവിടെ ഒരു 1, പിന്നെ ഇവിടെ ഒക്ടന്റ് വരും അല്ലേ? ഇവിടെ ഒക്ടന്റ് വരും, ദെൻ ഇവിടെയും ഒക്ടന്റ് വരും, പിന്നെ എന്താണ്? ഇവിടെയും ഒക്ടന്റ് വരും. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഒരു ഒക്ടന്റിലുള്ള ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 7 octantiലെ പോയിന്റ്സ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെയുള്ള പോയിന്റ് കണ്ടുപിടിക്കാം, ഇവിടെയുള്ള 7 octantiലെ പോയിന്റ്സ് നമുക്ക് ഈസിലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യുക? ബൈ യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് 8-way symmetry. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? കാൽക്കുലേറ്റഡ് ഈസിലി by using the concept of 8-way symmetry. അപ്പോൾ for drawing ശ്രദ്ധിക്കുക, for drawing നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ഒരു for drawing circle considers it at the origin. സർക്കിൾ ഒറിജിനിലുള്ള നമ്മൾ കൺസിഡർ ചെയ്യണം. ഇഫ് എ പോയിന്റ് P1 എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ് എന്താണ്? x, y. ഓക്കെ, ആ ഒരു പോയിന്റ് നമുക്ക് ഉണ്ടെങ്കിൽ then the other 7 points will be, ഒരു ഒക്ടന്റിലുള്ള ഒരു പോയിന്റ് ആണ് ഇത് P1 x, y എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
അതർ 7 octants ഉള്ള പോയിന്റ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ പോയിന്റ്സ് എന്തൊക്കെയാ വരിക? അടുത്ത P2 എന്ന് പറയുന്നത് x, -y ആണ്. P3 എന്ന് പറയുന്നത് -x -y ആണ്. P4 എന്ന് പറയുന്നത് -x, y ആണ് വരിക. P5 എന്ന് പറയുന്നത് y, x ആണ് വരിക. P6 എന്ന് പറയുന്നത് y, -x ആണ് വരിക. P7 എന്ന് പറയുന്നത് -y, -x ആണ് വരിക. P8 എന്ന് പറയുന്നത് -y, x ആണ് വരിക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ദിസ് ഈസ് ദ ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 0,0. നമ്മുടെ 0,0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഇത് 0,0 ആണ്. അപ്പോൾ ദിസ് ഈസ് ദ എക്സ് ആക്സിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഈ ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ? ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എക്സ് ആക്സിസ് ആണിത്. പിന്നെ ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് എക്സ് ആക്സിസ് ആണിത്. പിന്നെ ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സിസ് ആണ് എന്തെന്ന്? നമ്മുടെ വൈ ആക്സിസ്. അപ്പൊ ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ നെഗറ്റീവ് ആയിരിക്കും. ഓർമ്മിച്ച് വെക്കുക. And this is the first quadrant. This is the first quadrant, and this is the second quadrant, and this is the third quadrant, and this is the fourth quadrant. Okay. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാഡ്രന്റിനെ നമ്മൾ ഒക്ടന്റ് ആയിട്ട് 2 octants, നമുക്ക് ഒരു ക്വാഡ്രന്റിൽ 2 octants നമുക്ക് അത് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് ഈക്വൽ ആയിട്ടൊക്കെ വരയ്ക്കണം. ഓക്കെ, ഞാൻ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. ഇവിടുന്ന് വരുന്ന ഒക്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വാഡ്രന്റിനെ നമുക്ക് ഈക്വലി എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഈ ഒരു ക്വാഡ്രന്റിനെ നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൻ്റെ അകത്തുള്ള ഈ ഒരു ഒക്ടന്റ് കണ്ടല്ലോ, ഈ ഒക്ടന്റിലുള്ള ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് പോയിന്റ്? x, y നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു x, y കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ x, y എക്സും പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ്. കാരണം നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ എക്സും പോസിറ്റീവ് ആയിരിക്കും, വൈയും എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പം ഇത് എക്സ് പോസിറ്റീവ് ആണ്. ദെൻ ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് y ആണ്, വൈയും പോസിറ്റീവ് ആണ്. സോ ഈ ഒരു ക്വാഡ്രന്റിൽ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ x, y കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആണ് വരിക. അപ്പൊ x, y കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പോയിന്റ് എന്തായിരിക്കും? y, x ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പം 2,6 ആണ് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. 2,6 ആണെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ഒക്ടന്റിലുള്ള ഇവിടെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6,2 ആണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം അടുത്ത ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ് നമുക്ക് നോക്കാം. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ആക്സിസ്. വൈ ആക്സിസ് എന്താ വരിക? നെഗറ്റീവ് ആണ് വരിക. എക്സ് ആക്സിസ് ഇവിടെ എന്താ വരിക? പോസിറ്റീവ് ആണ് വരിക അല്ലെ? ഇവിടെ ഇപ്പം ഈ ഒരു പോയിന്റ്, കൺസിഡർ ദിസ് പോയിന്റ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? x, y തന്നെയാണ് എല്ലായിടത്തും വരുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എക്സ് പോസിറ്റീവ് ആണ്, പിന്നെ എന്താണ്? y എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്, -y ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആണ് നമുക്ക് ഇവിടെ വരിക. ജസ്റ്റ് റിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടുക. കാരണം -y വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ x വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു തേർഡ് ക്വാഡ്രന്റില് എല്ലാം എന്താണ്? നമുക്ക് പിന്നെ y ആക്സിസും x ആക്സിസും ഒക്കെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ -x, -y ആണെങ്കിൽ ഇതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ -y, -x ആണ് വരിക. ദെൻ ഈ ഒരു ക്വാഡ്രന്റില് എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് നമ്മുടെ x എന്തായിരിക്കും? മൈനസ് ആയിരിക്കും, y പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ -x, y ആണെങ്കിൽ ഇതെന്തായിരിക്കും? അതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആയിരിക്കും -y, x ആണ് വരിക. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ x, -y ഇതിപ്പോ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അല്ലെ? ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റില് ഇവിടെ കിട്ടിയിട്ടുള്ളത് x, -1 -y ആണ്. കാരണം ഇവിടെ ഈ ആക്സിസ് x ആക്സിസ് ഇസ് പോസിറ്റീവ്, y ആക്സിസ് ഇസ് നെഗറ്റീവ് ആണ്. സോ x, -y കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആണ് ഇവിടെ വരിക. അപ്പൊ ഇതിപ്പോ മൈനസ് അല്ല, ഇവിടെ y, -x എന്നാണ് വരിക. കാരണം
ഇവിടെ എക്സ്, ഇതിപ്പോൾ എക്സിന്റെ പാർട്ടാണല്ലോ, എക്സ് ഇവിടെ പോസിറ്റീവ് ആണ്, വൈ ആണ് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ വൈ കോമ ഇതിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വൈ കോമ മൈനസ് എക്സ് ആണ് വരുന്നത്. ഓക്കെ, അത് ഓർമ്മിക്കുക. ഇവിടെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്, അത് ഓർമ്മിക്കുക. ഈ ഒരു ആക്സിസ്, നമ്മുടെ ഈ ഒരു ഫോർത്ത് ആക്സിസിൽ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ എക്സിന്റെ പോർഷൻ വരുന്ന ഭാഗം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എക്സിന്റെ പോർഷൻ വരുന്ന ഭാഗം ആയതുകൊണ്ടാണ് ഇവിടെ രണ്ടും നെഗറ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വൈയുടെ പോർഷൻസ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വൈയുടെ പോർഷൻസ് സെക്കൻഡ് ഇതാണ് അല്ലേ, സെക്കൻഡ് കോർഡിനേറ്റ് ആണ്, അവിടെ പോസിറ്റീവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആണ് ഇത് വരുന്നത്. അപ്പോൾ മൈനസ് എക്സ് കോമ വൈ എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് മൈനസ് എക്സ് കോമ വൈ ആണ്. കാരണം ഇവിടെ എക്സ് കോമ വൈ ആണെങ്കിൽ ഇപ്പുറത്ത് എന്താ വരിക? മൈനസ് എക്സ് കോമ വൈ ആണ് നമുക്ക് ലഭിക്കുക. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക അല്ലെ. അപ്പൊ വൈ കോമ എന്താ ഇവിടെ കിട്ടുക? നമുക്ക് വൈ മൈനസ് വൈ കോമ എക്സ് ആണ് വരിക. കാരണം ഈ ഒരു ക്വാഡ്രന്റിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വൈ ആക്സിസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ ഓർമ്മിച്ചു. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് മാറിപ്പോയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. സോ വി വിൽ കാൽക്കുലേറ്റ് ഓൺലി 45 ഡിഗ്രി ആർക്ക്. 45 ഡിഗ്രി ആർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്രം വിച്ച് ദ ഹോൾ സർക്കിൾ ക്യാൻ ബി ഡിറ്റർമിനഡ് ഈസിലി. ഇത് നമുക്ക് സർക്കിൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. If we want to display circle on screen, then the put pixel function is used for 8 points as shown below. Put pixel x, y, color. ആ പോയിന്റിന്റെ കളർ കൊടുക്കുക. പിന്നെ പുട്ട് പിക്സൽ. ആ പുട്ട് പിക്സൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സർക്കിള് ഡ്രോ ചെയ്യുന്ന പ്രോഗ്രാം ഒക്കെ എഴുതുമല്ലോ. നമ്മളിപ്പോൾ സിയിലൊക്കെ പ്രോഗ്രാം തയ്യാറാക്കും. അപ്പം നമുക്ക് ഗ്രാഫിക്സ് പാക്കേജ് വേണം നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആ ഒരു പിക്സലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ പിക്സലിന് പ്രത്യേക കളർ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുട്ട് പിക്സൽ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. പുട്ട് പിക്സലിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് പോയിന്റ്സ് രേഖപ്പെടുത്താം. മൂന്നാമത്തെ കോർഡിനേറ്റ് ആയിട്ട് കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് നോക്കാം. ലെറ്റ് വി ഡിറ്റർമിൻ എ പോയിന്റ് 2,7 ഓഫ് ദ സർക്കിൾ, ദെൻ അതർ പോയിന്റ്സ് വിൽ ബി. മറ്റുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? 2, എന്തായിരിക്കും വരിക? -7 വരും. ദെൻ -2,7 വരും. -2, -7 വരും. പിന്നെ എന്താ വരിക? ജസ്റ്റ് റിഫ്ലക്ഷൻ 7,2 വരും. 7, -2 വരും. -7,2 വരും. ദെൻ -7, -2 വരും. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക. These 7 points are calculated by using the property of reflection. അപ്പോൾ property of reflection ഉപയോഗിച്ച് നമുക്ക് ഇത്രയും 7 points നമുക്ക് ലഭിക്കും. നമുക്ക് തന്നിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2,7 ആണ്. ആ 2,7 ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള 7 points നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. The reflection is accomplished in the following way. The reflection is accomplished by reversing xy coordinates. xy coordinates reverse ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു സർക്കിള്, അപ്പൊ ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ തന്നിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2,7 ആണ്. അപ്പൊ അവിടെ 2,7 തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് P2 2,7 ആണെങ്കിൽ നമുക്ക് P1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആയിരിക്കും വരിക. 7,2 ആണ് വരിക. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വാഡ്രന്റിൽ നമുക്ക് എന്തായിരിക്കും വരിക? ഈ ഒരു ക്വാഡ്രന്റിൽ എക്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ വരിക. അപ്പോൾ എക്സ് എന്താ വരിക? നെഗറ്റീവ് -2 ആണ്. വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അത് -2,7. അപ്പൊ ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ വരിക. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള റിഫ്ലക്ഷൻ എന്തായിരിക്കും വരിക? ജസ്റ്റ് എന്താണ് 7,2 ആയിരിക്കും. എക്സ് ആക്സിസ് ആണ് നെഗറ്റീവ് ആയതുകൊണ്ട് ആദ്യത്തെ വാല്യൂ നമ്മൾ നെഗറ്റീവ് ആയിട്ട് കൊടുത്തു. വൈ ആക്സിസ് പോസിറ്റീവ് ആയതുകൊണ്ട് 2 കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എക്സ് ആക്സിസ് എന്താണ്? നെഗറ്റീവ് ആണ്. വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. ഇത് രണ്ടും എന്താണ്? ഇവിടെ നെഗറ്റീവ് ആണ്. പിന്നെ നമ്മുടെ വൈ ആക്സിസും എക്സ് ആക്സിസും ഒക്കെ എന്താണ്? നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് -2,7 ആണെങ്കിൽ ഇവിടെയുള്ള പോയിന്റ് എന്തായിരിക്കും വരിക? -2, -7 ആയിരിക്കും വരിക. ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ വരിക. ദാറ്റ് ഈസ് -2. കാരണം ഇവിടെ കൂടുതലായിട്ട് ഏതാ ഉള്ളത്? നമ്മുടെ എക്സ് ആണുള്ളത്. പിന്നെ വൈ എന്ന് പറയുന്നത് കുറവേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ 2 എടുക്കാൻ കാരണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ 7, -2 ആണ് വരിക. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വൈയുടെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്രയാണ് വരും അല്ലെ. അപ്പൊ വൈയുടെ പോയിന്റ് ഇവിടെ എന്താണ്? ഈ കുറച്ചാണ് വരിക. ദാറ്റ് ഈസ് -2 ആണ് വരുന്നുള്ളൂ. എക്സിന്റെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ ഇത്രയും വരുന്നുണ്ട് അല്ലെ. അപ്പൊ 7 ആണ് വരിക. അപ്പൊ -7,2 ആണ് വരിക. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ എക്സ് കോർഡിനേറ്റ്
കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക -2 ആയിരിക്കും. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് -7 ആണ് വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താ വരിക 7, -2 ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സ് ആക്സിസ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് റിഫ്ലക്ഷൻ ആണ് ഇവിടെ വരിക 2, -7 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ഒക്ടന്റിന്റെ അകത്തുള്ള ഉപയോഗിച്ചിട്ട് ദ പ്രോപ്പർട്ടി ഓഫ് റിഫ്ലക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എല്ലാ പോയിന്റ്സ് നമുക്ക് ഫൈൻഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് 8-way symmetry of a circle. Okay, അപ്പൊ there are two standard method ഉണ്ട് of mathematically defining a circle centered at the origin. Defining a circle using പോളിനോമിയൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു സർക്കിളിനെ ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സർക്കിളിനെ ഡിഫൈൻ ചെയ്യാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.